നമസ്കാരം, അസർ മീം ഫ്രം AVL. ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ മൈക്രോഫോണുകളെക്കുറിച്ചും മിക്സറുകളെക്കുറിച്ചും മനസ്സിലാക്കി. ഇന്ന് നമുക്ക് സ്പീക്കറുകളെ കുറിച്ച് കൂടെ മനസ്സിലാക്കാം. നമ്മൾക്ക് ശ്രവിക്കാൻ പറ്റുന്ന ഓഡിയോ ഫ്രീക്വൻസി 20 Hz to 20 kHz ഫ്രീക്വൻസി റേഞ്ചിലാണ് വരുന്നത്. സ്പീക്കറുകളും ഏതാണ്ട് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലാണ് ഉണ്ടാവുക. 20 Hz to 500 Hz ലോ ഫ്രീക്വൻസിയും 500 മുതൽ ഒരു 10 kHz വരെ മിഡ് ഫ്രീക്വൻസികളും ബാക്കി മുകളിലേക്കുള്ളത് ഹൈ ഫ്രീക്വൻസി ആയിട്ടും തരംതിരിക്കാം. എക്സാക്ട് ഫ്രീക്വൻസി ബാൻഡ്വിഡ്ത്ത് പല രീതിയിലും വ്യത്യാസം വരും. ഇതൊരു ബേസിക് നോളജ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പ്രൊഫഷണൽ സെഗ്മെന്റിൽ നേരത്തെ സ്പീക്കറുകൾ ഉണ്ടായിരുന്നത് ഒരു 8 ഇഞ്ച് മുതൽ 10, 12, 15 ഈ ഒരു ഡയാമീറ്ററിലുള്ള സ്പീക്കറുകളായിരുന്നു പ്രൊഫഷണൽ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കൂടുതലായും മിഡ് ബാസ് സ്പീക്കറുകൾ, മിഡും ചെറിയൊരു ബേസ് എഫക്റ്റും മാത്രമാണ് അതിൽ കിട്ടുക. ഇത് തന്നെ നമുക്ക് അതിനൊരു ഫുൾ റേഞ്ചിൽ വേണ്ടി വരുന്ന സമയത്ത് HF ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് കൂടെ ഈ സ്പീക്കറുകളുടെ കൂട്ടത്തിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ബോക്സ് ആക്കിയിട്ടാണ് മാർക്കറ്റിൽ അസംബിൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാണ്ട് ലോ ഫ്രീക്വൻസിയിൽ 15 ഇഞ്ചും 18 ഇഞ്ചുമായിട്ട് മറ്റ് സബ് വൂഫർ ആവശ്യത്തിനായിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അതും ചെയ്യുമായിരുന്നു. ഇതെല്ലാം കൂടെ ബ്രാൻഡഡ് സ്പീക്കറിലേക്ക് വന്നപ്പോൾ ബ്രാൻഡഡ് സ്പീക്കറിൽ അതിൻ്റേതായ ഹൈയിനും മിഡ് സ്പീക്കറിനും അതിൻ്റേതായ ക്രോസ് ഓവറുകൾ നെറ്റ്വർക്കുകൾ ചേർത്തുകൊണ്ട് നല്ലൊരു രീതിയിൽ കമ്പനി സ്പീക്കറുകളും വന്നു തുടങ്ങി. ആ ഒരു നെറ്റ്വർക്കിനും അതിൽ വളരെ പ്രാധാന്യം ഉണ്ട് സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിൽ. ഈവൻ പല ബ്രാൻഡുകളിൽ സ്പീക്കറുകൾ അല്ലെങ്കിൽ സ്പീക്കർ കമ്പോണൻറ്റുകൾ ലഭ്യമാണ്. ഓരോ ബ്രാൻഡിനും അനുസരിച്ചും അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. റിസർച്ചും ഡെവലപ്മെൻറ്റും എല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ ഒരു 12 ഇഞ്ചിൻ്റെ സ്പീക്കർ 1000 രൂപയുടെ ഉണ്ട്, അതേ 12 ഇഞ്ചിൻ്റെ സ്പീക്കർ 50,000 രൂപയുടെ ഉണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്രീക്വൻസി, എക്സാക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ്, ഇതെല്ലാമാണ് മെയിൻലി അതിൽ വരുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ മെയിനായിട്ട് ഈ സ്പീക്കർ കമ്പോണൻറ്റ് മേടിച്ചുകൊണ്ട് ബോക്സ് മാനുഫാക്ചർ ചെയ്യുകയാണ് അല്ലെങ്കിൽ അസംബിൾ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അതിൽ നിന്നും ബ്രാൻഡഡ് ആയിട്ടുള്ള പെട്ടികളിലേക്ക് മാറി തുടങ്ങി. മുൻകാലങ്ങളിൽ ഈ 8 ഇഞ്ച് മുതൽ 15 ഇഞ്ച് വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രൊഫഷണൽ സ്പീക്കറുകൾ അതിൽ 8 ഇഞ്ചിൽ താഴെയും ഈവൻ 2 ഇഞ്ച് മുതൽ ഉള്ള സ്പീക്കറുകളും ഇന്ന് കമ്പനി ബോക്സുകളിൽ അവർ ഉപയോഗിച്ചു തുടങ്ങി. ക്വാളിറ്റിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ബ്രാൻഡഡ് സ്പീക്കറിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ബ്രാൻഡഡ് സ്പീക്കറുകൾ പൊതുവായിട്ട് പാസീവ് എന്നും ആക്റ്റീവും ആയിട്ടും വരുന്നുണ്ട്. പാസീവ് സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്പീക്കറിന് അതിൻ്റേതായ മാച്ചിങ് ആയിട്ടുള്ള ആംപ്ലിഫയറുകൾ വേറെ ചൂസ് ചെയ്ത് ഉപയോഗിക്കണം. ആക്റ്റീവ് സ്പീക്കർ ആകുമ്പോൾ അതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ അതിന് വേണ്ട ആംപ്ലിഫിക്കേഷൻ മോഡ്യൂളും കൂടെ ഉണ്ടായിരിക്കും. ബ്രാൻഡഡ് സ്പീക്കറുകളിൽ പൊതുവായി 2-way സ്പീക്കേഴ്സാണ് വരുന്നത്. അത് ഇന്ന് മാർക്കറ്റിൽ 8 ഇഞ്ച് മുതൽ 15 ഇഞ്ച് വരെ തന്നെയാണ് കോമൺ ആയിട്ട് വരുന്നത്. മാത്രമല്ല അതുകൂടാണ്ട് സബ് വൂഫറുകൾ 15 ഇഞ്ച് 18 ഇഞ്ച് റേഞ്ചിലും സബ് വൂഫർ ഉണ്ട്. അതിപ്പോൾ പുതിയതായി 21 ഇഞ്ചിലും സബ് വൂഫറുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും നമുക്കിന്ന് ലഭ്യമാണ്. പേരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ JBL, RCF, ദാസ്, QSC, മേയർ സൗണ്ട്, എലക്വസ്റ്റിക്, ആഡംസൺ, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതിൽ ചുരുക്കം ചില പേരുകൾ മാത്രമാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നുള്ളൂ. അതിലെ പല ബ്രാൻഡുകളും ഇന്ന് ഇന്ത്യയിലും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.